പ്രിയമുള്ളവരെ, ഉയിർപ്പ് കാലം 6-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉയിർത്തെഴുന്നേറ്റ ഈശോ നമ്മയും ജീവിപ്പിക്കും. ഈശോയുടെ ഉയിർപ്പിൽ നാമും ഭാഗമാകണം. ആ ഉയിർപ്പിൻ്റെ ജീവൻ്റെ സന്ദേശം അത് സ്വീകരിച്ച് നാമും വിശ്വസിച്ച് ഉയിർപ്പിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കണം. കർത്താവിൻ്റെ ആ ഉയിർപ്പിൻ്റെ സന്ദേശം വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗം ഈശോ ജീവൻ്റെ നാഥനാണ് എന്നുള്ള ആ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ അധ്യായത്തിലും തുടങ്ങുമ്പോൾ വലിയ ഒരു അത്ഭുതം കാണാൻ സാധിക്കും. ആ സംഭവത്തോടനുബന്ധിച്ച് ആളുകൾക്കുണ്ടാകുന്ന വിസ്മയം, ചിലർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം, ആ അവസരത്തിൽ ഈശോ നടത്തുന്ന പ്രഭാഷണം, ഡിസ്കോഴ്സ്, ഇതുപോലെ ഒരു ഭാഗമാണ് ഈ 5-ാം അധ്യായത്തിൽ. ബെത്സയിദായിലെ രോഗശാന്തി, 38 വർഷമായി കിടന്ന ഒരു രോഗി, അയാൾക്ക് കർത്താവ് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അങ്ങനെ കർത്താവ് അവന് സൗഖ്യം പകരുകയാണ്. 8-ാം വാക്യം, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം ഭാരമെടുക്കാനോ ഇങ്ങനെ പോകാനോ അനുവാദമില്ല. കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. 10-ാം വാക്യം. അതോടനുബന്ധിച്ചാണ് തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നത്. ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ അവനോട് പറയുന്നുണ്ട്, 14-ാം വാക്യം, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. മോശമായ ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ഈശോ ശരീരത്തിന് സൗഖ്യം നൽകി, അവൻ്റെ ആത്മാവിനും സൗഖ്യം നൽകി. നമ്മുടെ കുർബാനയിലെ ലാകുമാറ ഗീതം, ഉത്ഥാന ഗീതം എന്നറിയപ്പെടുന്ന ഗീതം, അങ്ങനെ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ സമഗ്ര വിമോചകനാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വ്യക്തമാവുകയാണ്. ഇവിടെയാണ് ഈ അധ്യായത്തിൻ്റെ ട്വിസ്റ്റ്, അല്ലെങ്കിൽ അധ്യായത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവ്. 17-ാമത്തെ വാക്യം, ഈശോ അവരോട് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകമാണ് വാസ്തവത്തിൽ തുടർന്നുള്ള ആ പ്രഭാഷണത്തിൻ്റെ ഒരു വിത്തായിട്ട് ഭവിക്കുന്നതെന്നാണ് ബൈബിൾ പണ്ഡിതനായ ബാരറ്റ് പറയുന്നത്. കാരണം യഹൂദർക്ക് സാബത്ത് ദിവസം വിശ്രമ ദിവസമാണ്. ദൈവം വിശ്രമിച്ചു. പ്രവർത്തനനിരതനായ ദൈവം വിശ്രമിക്കുന്ന ദിവസം മനുഷ്യനും വിശ്രമിക്കണം. ആ വിശ്രമം മനുഷ്യൻ്റെ അതുവരെയുള്ള ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമാധാനം വരുത്തുന്നതോടൊപ്പം തന്നെ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവനൊരു ജഡ്ജ്മെൻറ്റ്, ഒരു വിധി, അവൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യാനുള്ള അവസരമൊക്കെ ആയിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നെങ്കിൽ ഈശോ ആ സാബത്ത് ദിവസത്തെ തന്നെ സർപ്രസ് ചെയ്യുകയാണ്, നിർത്തലാക്കുകയാണ്. പകരം ഈശോ തൻ്റെ സാബത്ത് സ്ഥാപിക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ ദിവസം. വെളിപാടിൻ്റെ പുസ്തകം 1:10 വാക്യത്തിൽ കർത്താവിൻ്റെ ദിവസമാണ് വെളിപാടുണ്ടാകുന്നത്. ഈശോയുടെ ആ ദിവസം ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ സാബത്ത് ദിവസത്തിന് പുതിയൊരു മാനം നൽകുകയാണ്. യഥാർത്ഥ സാബത്ത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് 17-ാമത്തെ വാക്യം. അതാണ്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവം നിഷ്ക്രിയനായിരിക്കുന്നില്ല. സാബത്ത് ദിവസവും ദൈവം പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, ഈശോയും പ്രവർത്തിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ യഹൂദന്മാർ ആദ്യം പറയുന്നുണ്ട്, യഹൂദന്മാർക്ക് ഈശോയോട് അസൂയ തോന്നി എന്ന് പറയും, ദ്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് 16-ാം വാക്യത്തിൽ. ഇവിടെ പറയുന്നു, യഹൂദർ കൂടുതലായി അവനെ വധിക്കുവാൻ ശ്രമിച്ചു, ഈശോയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണ്? 3 കുറ്റങ്ങളാണ് ഇവിടെ അവർ അവതരിപ്പിക്കുന്നത്. അതാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ്? 1, സാബത്ത് ലംഘിച്ചു. അത് മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കി മാറ്റിയവൻ. കാരണം പാപം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നു, പാപം മോചിക്കുന്നതിനുള്ള ആ ഒരു ശക്തി അവനുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങളുടെ പേരിലാണ് ഈശോയെ അവർ വകവരുത്തുവാൻ ആലോചിച്ചത്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. സങ്കീർത്തനത്തിൽ 103-ാം സങ്കീർത്തനം, അതുപോലെ തന്നെ 68-ാം സങ്കീർത്തനം, യെശയ്യായുടെ പുസ്തകം 64:8, 63:16, ഇതിലൊക്കെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈശോ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. അതിൻ്റെ തുടർച്ചയുള്ള ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഒരു ക്രിസ്റ്റോളജിക്കൽ ഡിസ്കോഴ്സ്, ഒരു മിശിഹാവിജ്ഞാനിപരമായ പ്രഭാഷണം ആണ് ഈശോ നൽകുന്നത്. 19-ാം വാക്യം, സത്യം സത്യമായി
ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തറപ്പിച്ചുറപ്പിച്ച് ഈശോ സോളം ഡിക്ലറേഷൻ ആഘോഷപൂർവകമായി പ്രഖ്യാപിക്കുന്ന അതിനാണ് കർത്താവ് ഉപയോഗിക്കുന്ന വാക്കാണ് സത്യം സത്യമായി ആമേൻ ആമേൻ. അത് ഏതാണ്ട് 25 പ്രാവശ്യം അത് ഉപയോഗിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം. സത്യം സത്യമായി. അപ്പോൾ ഉറപ്പിച്ച ഈ സുവിശേഷ ഭാഗത്തിന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഇപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, പിതാവിനെക്കുറിച്ച് 7 പ്രാവശ്യം, പുത്രനെക്കുറിച്ച് 10 പ്രാവശ്യം ചുരുങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ട്രേഡ് ഇമേജറി, അതായത് പിതാവ് ചെയ്യുന്ന ജോലി, തൊഴിൽ, വ്യാപാരമാകട്ടെ കൃഷിയാകട്ടെ, അതിൽ തൻ്റെ പുത്രനെ അത് കാണിച്ചു കൊടുത്ത് വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. ആ ഒരു ഇമേജറി, ആ രൂപമ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവിന് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിതാവ് പുത്രനെ തൻ്റെ ട്രേഡ് പഠിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം, പിതാവ് പുത്രനെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തനങ്ങളും അവനെ കാണിക്കും. പിന്നീട് പ്രഖ്യാപിക്കുന്ന വാക്യമാണ് 21-ാം വാക്യം. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വളരെ ശക്തമായൊരു പ്രമേയമാണ്. സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1:4. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ, യോഹന്നാൻ്റെ ലിറ്ററേച്ചർ, യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലും യോഹന്നാൻ്റെ വെളിപാടിലും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ 70 പ്രാവശ്യം ജീവൻ ജീവൻ എന്ന് പറയുന്നുണ്ട്. ആ ജീവൻ കർത്താവ് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഈ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ 20:31 ഈ ഗ്രന്ഥം എഴുതി തന്നെ അവനിൽ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. കർത്താവ് തുടർന്നുള്ള അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവൻ്റെ അപ്പം, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുന്നുണ്ട്. 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറയുന്നുണ്ട്. 7-ാം അധ്യായം 39-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അങ്ങനെ ജീവൻ നൽകുന്നവനാണ് അവിടുന്ന്. സുറിയാനി ഭാഷയിൽ ഹയ്യേ എന്ന വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ജീവൻ മാത്രമല്ല, രക്ഷ എന്ന അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് നൽകുന്ന ദൈവികമായൊരു ജീവൻ, ദൈവികമായ രക്ഷ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. അത് പിതാവ് നൽകുന്നു. എന്നിട്ട് പുത്രനെ, വിധി മുഴുവൻ തൻ്റെ പുത്രനെ അവനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു, പുത്രനെ വിധി മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നു, വിധിക്കുവാനുള്ള അവകാശം ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് 23-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? പുത്രനെ ആദരിക്കണം. പിതാവിനെ ആദരിക്കുന്നതുപോലെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണിത്. ക്രിസ്ത്യൻ ലിറ്റർജിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രം അതാണ്. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആദരിക്കുന്നു. ഈശോ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവൻ നൽകുന്ന ജീവൻ വിശുദ്ധ കൂദാശകളിലൂടെ പങ്കുചേരുകയും ചെയ്യുക. അങ്ങനെ പുത്രനെ ആദരിക്കണം. പുത്രനെ ആദരിക്കാത്തവരാരും അവൻ്റെ പിതാവിനെയും ആദരിക്കുന്നില്ല. അപ്പോൾ യഹൂദന്മാർക്ക് വ്യക്തമായി ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഒരു വെളിപ്പെടുത്തൽ സുവിശേഷമാണ്. പ്രത്യേകിച്ച് ഈ ഭാഗം സ്വയം ഈശോ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് വീണ്ടും 2-ാമത്തെ സാഘോഷമായ പ്രഘോഷണമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 24-ാം വാക്യം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെയുണ്ട്. റിയലൈസ്ഡ് എസ്കറ്റോളജി എന്ന് പറയും. സാക്ഷാത്കരിക്കപ്പെട്ട ഒരു യുഗാന്തം, നിത്യജീവൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. എപ്പോഴാണ്? എൻ്റെ വചനം കേൾക്കുകയും, കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കേൾക്കുക എന്നല്ല, അത് സ്വീകരിച്ച് അതനുസരിക്കുക. വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്, കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. സുവിശേഷത്തിൻ്റെ കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. കേൾക്കണം, വിശ്വസിക്കണം. അങ്ങനെയുള്ളവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിയില്ല, അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ
അവൻ ഇപ്പോൾ തന്നെ നിത്യജീവനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് റിയലൈസ്ഡ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, 3-ാം പ്രാവശ്യം ആവർത്തിക്കുകയാണ്, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. അപ്പോൾ ഈശോയുടെ സ്വരം ജീവിക്കുന്നവർ മാത്രമല്ല, മരിച്ചവരും ശ്രവിക്കും. തുടർന്നുള്ള അധ്യായത്തിൽ യോഹന്നാൻ 14:44 ലാസറേ പുറത്തു വരിക, ആ സ്വരം. അപ്പോൾ കർത്താവിൻ്റെ സ്വരം ദിഗന്ധങ്ങൾ മുഴുവൻ മുഴങ്ങുന്നു. ജീവിക്കുന്നവരുടെ നാട്ടിൽ മാത്രമല്ല, മരിച്ചവരുടെയും ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലായിടത്തും എത്തിച്ചേരുന്ന വലിയ ആ പ്രകമ്പനം കൊള്ളുന്ന സ്വരമാണ് കർത്താവിൻ്റെ സ്വരം. അത് ശ്രവിക്കുന്നവർ ജീവിക്കും. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. പിതാവ് നിത്യം ജീവിക്കുന്നവനാണ്, ആദ്യം മുതലേ ജീവനുള്ളവനാണ്. പുത്രൻ അതുപോലെ തന്നെയാണ്. അപ്പം പിതാവും പുത്രനും തമ്മിലുള്ള സത്താപരമായ ഐക്യമാണിത് വ്യക്തമാക്കുന്നതാണ് സഭാപിതാവായ അപ്രയം പറയുന്നത്. പിതാവും പുത്രനും പിതാവിൻ്റെ നിത്യത, അതോടൊപ്പം തന്നെ പുത്രൻ്റെയും നിത്യത. അപ്പോൾ കർത്താവിൻ്റെ ആ നിത്യത അത് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാനുള്ള അധികാരവും നൽകിയിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ ദർശനം പൂർത്തിയാവുകയാണ് ഈശോയിൽ. ഈശോ സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യപുത്രൻ എന്നാണല്ലോ. ഈശോയ്ക്ക് വിധികർത്താവാകാനുള്ള അധികാരവും അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. അവൻ്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് ആ ദൈവിക ജീവൻ ലഭിക്കുന്നു. അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മരിച്ചവർ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ ജീവിക്കും. തുടർന്ന് അവിടുന്ന് പറയുന്നത് ഫ്യൂച്ചർ എസ്കറ്റോളജി, വരാനിരിക്കുന്ന ആ നിത്യജീവനിലേക്കുള്ള, യുഗാന്തത്തിൽ വരുന്ന നിത്യജീവൻ. അതാണ് ഭാവിയിൽ ഇപ്പോൾ തന്നെയുള്ള ആ ജീവൻ നിത്യജീവൻ, പക്ഷേ അത് വരാനിരിക്കുന്നൊരു ജീവൻ കൂടിയുണ്ട്, നിത്യജീവൻ. അവസാന കാലത്ത് നിങ്ങൾ വിസ്മയിക്കേണ്ട, കല്ലറികളുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരും. അതായത് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ ഉണ്ടാകുന്ന ആ സ്വരമാണ്. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനായും പുറത്തു വരും. അപ്പോൾ ഈശോ ഇവിടെ വ്യക്തമാക്കുന്നൊരു കാര്യം, ഈശോ ഫെയ്ത്ത് എലോൺ, വിശ്വാസം വഴി മാത്രം രക്ഷ പ്രാപിക്കുമെന്നുള്ള പ്രൊട്ടസ്റ്റൻ്റ് വ്യാഖ്യാനമുണ്ടല്ലോ. ഇവിടെ അതല്ല, മറിച്ച് വിശ്വസിക്കുക മാത്രമല്ല, നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ. അപ്പോൾ മനുഷ്യ മനസ്സാക്ഷിയിൽ നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആകട്ടെ വിശ്വസിക്കാത്തവരുമാകട്ടെ. അപ്പം നന്മ ചെയ്തവർക്കാണ് അവിടുന്ന് ജീവൻ്റെ ഉയിർപ്പ്, തിന്മ ചെയ്തവർക്ക് ശിക്ഷാവിധിയുടെ ഉയർപ്പമായും. അതാണ് കർത്താവിന് വിധികർത്താവാനുള്ള അവകാശം, അധികാരവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ മഹത്വം, ഈശോയുടെ അധികാരം, ഈശോയുടെ ഔന്നത്യം ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഈ ഈശോയുടെ ആ അധികാരത്തിൽ കർത്താവ് നൽകുന്ന ആ വലിയ ദൈവിക ജീവനിൽ പങ്കുചേർന്ന് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഈശോയുമായുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം എന്താണ്? ഈശോ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഈശോയോട് കൂടി ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ്. ആ ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അവിടുന്ന് പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ അയച്ചുകൊണ്ട് പാപത്തിൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചു. എന്തിനു വേണ്ടിയാണ്? ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുക, അതാണ് ഉത്ഥാനത്തിൻ്റെ ജീവിതം. അതിൽ നിന്ന് തടസ്സം ആകുന്ന കാര്യങ്ങളെല്ലാം തിരുത്തുവാൻ ആവശ്യപ്പെടുകയാണ്. 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്: ആത്മാവിൻ്റെ ജീവിതവും ജഡത്തിൻ്റെ ജീവിതവും. 5-ാം വാക്യം, ജഡികമായി ജീവിക്കുന്നവൻ ജഡത്തിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതികവാദത്തിൽ, സുഖഭോഗങ്ങളിൽ മുഴുകി, തിന്മയിൽ അഭിരമിച്ച്, കുറ്റകൃത്യങ്ങളിൽ വ്യാപരിച്ച്, വിദ്വേഷവും കലഹവും അക്രമവും യുദ്ധവും അങ്ങനെയൊക്കെയുള്ള തിന്മയുടെ ജീവിതം. എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവൻ ആത്മീയ അഭിലാഷങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ എന്തിലേക്ക് നയിക്കുന്ന? ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കും. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്,
ജഡപ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അവസാനമായിട്ട് പറയുകയാണ്, ഈശോ മിശിഹായെ ഉയിർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന എൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈശോയോട് ഐക്യപ്പെടുന്നവർക്ക് അവിടെ നൽകുന്ന ആ ഉയിർപ്പ്, അവിടെ നല്ല മഹത്വം അതാണ്. ഒരു ഗുരു ശിഷ്യനുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ആ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ഗുരുവിൻ്റെ മാതൃകയനുസരിച്ച് ഗുരുവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക. അപ്പോൾ ഈശോയുടെ ശിഷ്യത്വം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഏലിയായും ഏലീഷായും തമ്മിലുള്ള ബന്ധം. ഏലിയായോട് ഏലീഷ പറയുന്നൊരു കാര്യമുണ്ട്. ഏലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ഏലിയ ചോദിക്കുമ്പോൾ എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അപ്പോൾ അതാണ് ആ ആത്മാവിൻ്റെ ചൈതന്യം, ആ ഗുരുവിൻ്റെ ചൈതന്യം അതിൻ്റെ ഇരട്ടി സ്വീകരിക്കുവാനാണ് ശിഷ്യന്മാർക്ക് സാധിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. ഉടൻ തന്നെ ആഗ്നേയരഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിനാൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. തുടർന്ന് ഏലിയ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഏലീഷ പ്രവർത്തിക്കുകയാണ്. ആ ഗുരു ചെയ്ത അതേ പ്രവൃത്തി ഗുരുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, അവിടെ യോർദാൻ നദിയുടെ കരയ്ക്ക് ചെന്നിട്ട് ഏലിയ ആദ്യം ചെയ്തതുപോലെ തന്നെ ഏലിയയുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. 8-ാം വാക്യത്തിൽ. 14-ാം വാക്യത്തിൽ ഏലിയയുടെ കർത്താവ് എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലീഷായും വെള്ളത്തിൽ അടിക്കുമ്പോൾ വെള്ളം ഇരുവശങ്ങളിലേക്കും നീങ്ങുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ ആ ഗുരുവിൻ്റെ ആ ചൈതന്യം മുഴുവനും സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം ജീവൻ നൽകുന്നവനാണ്. പലപ്പോഴും നാശനഷ്ടങ്ങളും ശിക്ഷയും ഉണ്ടാകുമ്പോഴും അവനെ ജീവനിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ വായനയിലതാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നോഹയുമായി നടത്തുന്ന ഉടമ്പടി ഇതാണ്: ഇനി മേലിൽ പ്രളയം മൂലം ഞാൻ ലോകത്തെ നശിപ്പിക്കുകയില്ല. അതിൻ്റെ അടയാളമായി ഞാനും നീയുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. മേഘങ്ങളിൽ മഴവെള്ളി തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമായുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ആ ഉടമ്പടി അടയാളമായിരിക്കും മഴവില്ല്. അപ്പം ജീവൻ എടുക്കുന്നവൻ മാത്രമല്ല, അത് 10 ഇരട്ടിയായി തിരിച്ചു നൽകുന്നവനാണ് ദൈവം. ആ ജീവൻ നൽകുന്നവനായ ദൈവത്തിൻ്റെ ആ പ്രളയത്തിന് ശേഷം നൽകുന്ന ആ സന്ദേശം അതാണ്. ആ മഴവില്ല് പ്രത്യാശയുടെ രജതരേഖ ആകാശത്തിൽ കാണുമ്പോൾ ദൈവം സ്നേഹിക്കുന്നു, ദൈവം ശിക്ഷിക്കുന്നു ഇല്ല, അവൻ രക്ഷയിലേക്ക് നയിക്കുന്നുള്ള ആശയമാണ് നൽകുന്നത്. അപ്പോൾ കർത്താവ് ജീവൻ നൽകുന്നവനാണ്, ദൈവിക ജീവൻ നൽകുന്നവനാണ്. ആ ദൈവജീവനിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കണം, അവിടുത്തെ വചനം ശ്രവിക്കണം, വിശുദ്ധ കൂദാശകളിൽ പങ്കുചേരണം, ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കണം. എപ്പോഴും സ്വാർത്ഥതയിലും സ്വന്തം കാര്യങ്ങളിലും സ്വന്തം സുഖങ്ങളിലും മാത്രം അഭിരമിച്ച് ജീവിക്കാതെ, സ്വാർത്ഥ താല്പര്യങ്ങളിലും അധികാര പ്രമത്തതയിലുമൊക്കെ കഴിയാതെ സ്നേഹത്തിലും ശുശ്രൂഷയിലും ആയിരിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുമ്പോൾ ജീവൻ ലഭിക്കും. ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവൻ മരണത്തിലേക്ക് നയിക്കപ്പെടും. ഈശോ ജീവൻ്റെ നാഥനാണ്. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. ആ ജീവൻ്റെ നാഥനായ കർത്താവിനോട് ആ ജീവൻ്റെ ചൈതന്യത്തിൽ നിത്യജീവനിൽ ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.